നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, അൾട്ടിമേറ്റ് വിന്നറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കറണ്ട് അഫയേഴ്സ് 2024 മാർച്ചിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ ഒന്ന് പരിഗണിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ടെന്നീസ് പുരുഷ സിംഗിൾസിൽ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനം നേടുന്ന ഏറ്റവും പ്രായമേറിയ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കി നൊവാക് ദ്യോക്കോവിച്ച്. അപ്പോൾ ടെന്നീസിൽ പുരുഷ സിംഗിൾസിൽ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനം നേടുന്ന ഏറ്റവും പ്രായമേറിയ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കി നൊവാക് ദ്യോക്കോവിച്ച്. അപ്പോൾ ആരാണ്? നൊവാക് ദ്യോക്കോവിച്ച് ആണ് ടെന്നീസ് പുരുഷ സിംഗിൾസിൽ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനം നേടുന്ന ഏറ്റവും പ്രായമേറിയ താരം. അദ്ദേഹത്തിന് 37 വയസ്സുണ്ട്. അപ്പോൾ ടെന്നീസിൽ പുരുഷ സിംഗിൾസിൽ 1-ാം റാങ്ക് കരസ്ഥമാക്കിയ ഏറ്റവും പ്രായമേറിയ താരം ആരാണ്? നൊവാക് ദ്യോക്കോവിച്ച്. നൊവാക് ദ്യോക്കോവിച്ച് ITP റാങ്കിങ്ങിൽ ഏറ്റവും കൂടുതൽ ആഴ്ചകൾ തുടരുന്നതും ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാമുകൾ നേടിയെന്ന റെക്കോർഡും ദ്യോക്കോവിച്ചിനൊപ്പം തന്നെ. അപ്പോൾ ITPയുടെ റാങ്കിങ്ങിൽ ഏറ്റവും കൂടുതൽ ആഴ്ചകളിൽ തുടരുന്നതും ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാമുകൾ 24 ഗ്രാൻഡ് സ്ലാമുകളാണ് ദ്യോക്കോവിച്ച് നേടിയിരിക്കുന്നത് എന്ന റെക്കോർഡും ദ്യോക്കോവിച്ചിനാണ്. 2024 ഏപ്രിലിൽ ഏഷ്യൻ അത്ലറ്റിക്സ് കമ്മീഷൻ അംഗമായി നിയമിതനായത് ഷൈനി വിൽസൺ ആണ്. 2024 ഏപ്രിലിൽ ഏഷ്യൻ അത്ലറ്റിക്സ് കമ്മീഷൻ അംഗമായി നിയമിതയായത് ഷൈനി വിൽസൺ. മയാമി ഓപ്പൺ പുരുഷ ഡബിൾസ് കിരീടം രോഹൻ ബൊപ്പണ്ണ, എബ്ദൻ മാറ്റ് എബ്ദൻ എന്നിവർക്ക്. അപ്പോൾ ഈ എബ്ദൻ മാറ്റ് എബ്ദൻ എന്നുള്ള വ്യക്തി ഓസ്ട്രേലിയക്കാരനാണ്. മയാമി ഓപ്പൺ പുരുഷ ഡബിൾസ് കിരീടം ആരൊക്കെയാണ്? രോഹൻ ബൊപ്പണ്ണ ആൻഡ് എബ്ദൻ മാറ്റ് എബ്ദൻ. ITP മാസ്റ്റേഴ്സ് 1000 കിരീടം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ താരമാണ് രോഹൻ ബൊപ്പണ്ണ. ITP മാസ്റ്റേഴ്സ് 1000 കിരീടം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ താരമാരാണ്? രോഹൻ ബൊപ്പണ്ണ. അപ്പം നമുക്കൊന്നുകൂടെ നോക്കാം. ടെന്നീസ് പുരുഷ സിംഗിൾസ് റാങ്കിങ്ങിൽ 1-ാം സ്ഥാനം നേടുന്ന ഏറ്റവും പ്രായമേറിയ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കി നൊവാക് ദ്യോക്കോവിച്ച്. ITP റാങ്കിങ്ങിൽ ഏറ്റവും കൂടുതൽ ആഴ്ചകൾ തുടരുന്നതും ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാമുകൾ 24 എണ്ണം നേടിയെന്ന റെക്കോർഡും ദ്യോക്കോവിച്ചിന് തന്നെ. 2024 ഏപ്രിലിൽ ഏഷ്യൻ അത്ലറ്റിക്സ് കമ്മീഷൻ അംഗമായി നിയമിതയായത് ഷൈനി വിൽസൺ ആണ്. മയാമി ഓപ്പൺ പുരുഷ ഡബിൾസ് കിരീടം രോഹൻ ബൊപ്പണ്ണ, എബ്ദൻ മാറ്റ് എബ്ദൻ ഓസ്ട്രേലിയക്കാരനാണ്. എബ്ദൻ മാറ്റ് എബ്ദൻ. ITP മാസ്റ്റേഴ്സ് 1000 കിരീടം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ താരവും രോഹൻ ബൊപ്പണ്ണയാണ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ തവണ 5 വിക്കറ്റ് നേട്ടം സ്വന്തമാക്കിയ താരം ആർ അശ്വിനാണ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ തവണ 5 വിക്കറ്റ് നേട്ടം സ്വന്തമാക്കിയ താരം. അപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ തവണ 5 വിക്കറ്റ് നേട്ടം സ്വന്തമാക്കിയ താരം ആരാണ്? ആർ അശ്വിനാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ തവണ 5 വിക്കറ്റ് നേട്ടം സ്വന്തമാക്കിയ ഇന്ത്യൻ താരം. 2024 വനിതാ പ്രീമിയർ ലീഗ് കിരീടം നേടിയതാരാണ്? റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. പുരുഷയല്ല, വനിതയാണ്. 2024 വനിതാ പ്രീമിയർ ലീഗ് കിരീടം നേടിയതാരാണ്? റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. ഡൽഹി ക്യാപിറ്റൽസിനെ പരാജയപ്പെടുത്തിയാണ് സ്മൃതി മന്ദാന ക്യാപ്റ്റനായ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ കിരീടം നേടിയത്. അപ്പോൾ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ ക്യാപ്റ്റൻ ആരാണ്? സ്മൃതി മന്ദാനയാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ ക്യാപ്റ്റൻ. 2024 വനിതാ പ്രീമിയർ ലീഗ് കിരീടം നേടിയതാരാണ്? റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. ആരെ തോൽപ്പിച്ചാണ്? ഡൽഹി ക്യാപിറ്റൽസിനെ. അപ്പോൾ ക്യാപ്റ്റൻ ആരായിരുന്നു? സ്മൃതി മന്ദാനയാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ ക്യാപ്റ്റൻ. ഓറഞ്ച് ക്യാപ്പ് ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് എല്ലിസ് പെറി, ഓസ്ട്രേലിയക്കാരിയാണ്. അപ്പോൾ ഓറഞ്ച് ക്യാപ്പ് ഏറ്റവും കൂടുതൽ റൺസിന് നേടിയത് എല്ലിസ് പെറിയാണ്. പർപ്പിൾ ക്യാപ്പ് ശ്രേയങ്ക പാട്ടീൽ.
ശ്രേയങ്ക പാട്ടീലിനാണ് ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയതിനുള്ള പർപ്പിൾ ക്യാപ്പ് ലഭിച്ചത്. എമർജിംഗ് പ്ലെയർ പുരസ്കാരം ശ്രേയങ്ക പാട്ടീലിന് തന്നെയാണ്. അപ്പോൾ എമർജിംഗ് പ്ലെയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ശ്രേയങ്ക പാട്ടീൽ. മികച്ച ക്യാച്ചിനുള്ള പുരസ്കാരം നേടിയത് സജന സജീവൻ, മലയാളി. മികച്ച ക്യാച്ചിനുള്ള പുരസ്കാരം നേടിയത് ആരാണ്? സജന സജീവൻ, മലയാളിയായ സജന സജീവനാണ് മികച്ച ക്യാച്ചിനുള്ള പുരസ്കാരം ലഭിച്ചത്. അപ്പം നമുക്കൊന്നുകൂടെ നോക്കാം. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ തവണ 5 വിക്കറ്റ് നേട്ടം സ്വന്തമാക്കിയ താരം ആർ അശ്വിൻ. 2024 വനിതാ പ്രീമിയർ ലീഗ് കിരീടം നേടിയത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. ഡൽഹി ക്യാപിറ്റൽസിനെ പരാജയപ്പെടുത്തിയാണ് സ്മൃതി മന്ധാന ക്യാപ്റ്റനായ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ കിരീടം നേടിയത്. ഓറഞ്ച് ക്യാപ്പ് കൂടുതൽ റൺസ് എല്ലിസ് പെറി, പർപ്പിൾ ക്യാപ്പ് കൂടുതൽ വിക്കറ്റ് ശ്രേയങ്ക പാട്ടീൽ, എമർജിംഗ് പ്ലെയർ പുരസ്കാരം ശ്രേയങ്ക പാട്ടീൽ, മികച്ച ക്യാച്ചിനുള്ള പുരസ്കാരം നേടിയത് നമ്മുടെ സ്വന്തം മലയാളിയായ സജന സജീവൻ. ജില്ലാ മൂല്യവർദ്ധിത അടിസ്ഥാനത്തിൽ പ്രതിശീർഷ വരുമാനം രേഖപ്പെടുത്തുന്ന കേരളത്തിലെ ആദ്യ ജില്ലയായി മാറിയത് എറണാകുളമാണ്. ജില്ലാ മൂല്യവർദ്ധിത അടിസ്ഥാനത്തിൽ പ്രതിശീർഷ വരുമാനം രേഖപ്പെടുത്തുന്ന കേരളത്തിലെ ആദ്യ ജില്ല എറണാകുളമാണ്. ജില്ലാ മൂല്യവർദ്ധിത അടിസ്ഥാനത്തിൽ പ്രതിശീർഷ വരുമാനം രേഖപ്പെടുത്തുന്ന കേരളത്തിലെ ആദ്യ ജില്ല എറണാകുളം. 2023-2024 സാമ്പത്തിക വർഷത്തെ ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്തു തല ജാഗ്രതാ സമിതിക്കുള്ള കേരള വനിതാ കമ്മീഷന്റെ പുരസ്കാരം നേടിയത് കാസർഗോഡ് ജില്ലാ പഞ്ചായത്താണ്. അപ്പോൾ 2023-2024 സാമ്പത്തിക വർഷത്തെ ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്തു തല ജാഗ്രതാ സമിതിക്ക് കേരള വനിതാ കമ്മീഷന്റെ പുരസ്കാരം നേടിയത് ആർക്കാണ്? കാസർഗോഡ് ജില്ലാ പഞ്ചായത്താണ്. 2023-2024 സാമ്പത്തിക വർഷത്തെ ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്തു തല ജാഗ്രതാ സമിതിക്കുള്ള കേരള വനിതാ കമ്മീഷന്റെ പുരസ്കാരം ലഭിച്ചത് കാസർഗോഡ് ജില്ല. പലതവണ പറഞ്ഞു പഠിക്കുക, മറന്നുപോകരുത്. ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യ നഗരം കൊച്ചിയാണ്. സംസ്ഥാന സർക്കാർ നിയന്ത്രണത്തിലുള്ള ഏറ്റവും വലിയ കെട്ടിട നിർമ്മാണ പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ്? കൊച്ചിയിലാണ്. സംസ്ഥാന സർക്കാർ നിയന്ത്രണത്തിലുള്ള ഏറ്റവും വലിയ കെട്ടിട നിർമ്മാണ പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ്? കൊച്ചിയിലാണ് സംസ്ഥാന സർക്കാർ നിയന്ത്രണത്തിലുള്ള ഏറ്റവും വലിയ കെട്ടിട നിർമ്മാണ പദ്ധതി നിലവിൽ വരുന്നത്. അപ്പോൾ സർക്കാർ നിയന്ത്രണത്തിലുള്ള ഏറ്റവും വലിയ കെട്ടിട നിർമ്മാണ പദ്ധതി എവിടെയാണ് വരുന്നത്? നമ്മുടെ സ്വന്തം കൊച്ചിയിലാണ്. ഒന്നുകൂടെ നോക്കാം. ജില്ലാ മൂല്യവർദ്ധിത അടിസ്ഥാനത്തിൽ പ്രതിശീർഷ വരുമാനം രേഖപ്പെടുത്തുന്ന കേരളത്തിലെ ആദ്യ ജില്ലയായി മാറിയത് ഏതാണ്? എറണാകുളം ജില്ല. 2023-2024 സാമ്പത്തിക വർഷത്തെ ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്ത് തല ജാഗ്രതാ സമിതിക്കുള്ള കേരള വനിതാ കമ്മീഷന്റെ പുരസ്കാരം ലഭിച്ചത് ഏത് ജില്ലാ പഞ്ചായത്തിനാണ്? കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത്. ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ നഗരം കൊച്ചി. സംസ്ഥാനത്ത് സർക്കാർ നിയന്ത്രണത്തിലുള്ള ഏറ്റവും വലിയ കെട്ടിട നിർമ്മാണ പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ്? കൊച്ചിയിൽ. 2024 അന്താരാഷ്ട്ര പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവലിന് വേദിയാകുന്നത് എവിടെയാണ്? വാഗമണ്ണിലാണ് 2024 അന്താരാഷ്ട്ര പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവലിന് വേദിയാകുന്നത്. അപ്പോൾ 2024 അന്താരാഷ്ട്ര പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവലിന് വേദിയാകുന്നത് വാഗമണ്ണിൽ വെച്ചാണ് അന്താരാഷ്ട്ര പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവൽ 2024 നടക്കുന്നത്. സംസ്ഥാനത്തെ ആദ്യ സ്മാർട്ട് ജനമൈത്രി ചെക്ക് പോസ്റ്റ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? മറയൂര്. ഇടുക്കി ജില്ലയിലെ മറയൂരിലാണ് സംസ്ഥാനത്തെ ആദ്യ സ്മാർട്ട് ജനമൈത്രി ചെക്ക് പോസ്റ്റ് പ്രവർത്തനം ആരംഭിച്ചത്. എവിടെയാണ്? മറയൂരിലാണ് സംസ്ഥാനത്തെ ആദ്യ സ്മാർട്ട് ജനമൈത്രി ചെക്ക് പോസ്റ്റ് പ്രവർത്തനം ആരംഭിച്ചത്. മറയൂര്. സംസ്ഥാനത്തെ ആദ്യ നൈലോൺ നൂൽ ഫാക്ടറി നിലവിൽ വന്നത് പുന്നപ്ര വടക്ക് പഞ്ചായത്ത്, പറവൂർ, ആലപ്പുഴ. അപ്പോൾ സംസ്ഥാനത്തെ ആദ്യ നൈലോൺ നൂൽ ഫാക്ടറി നിലവിൽ വന്നത് പുന്നപ്ര വടക്ക് പഞ്ചായത്ത്, പറവൂർ, ആലപ്പുഴ. പുന്നപ്ര വടക്ക് പഞ്ചായത്ത്,
പറവൂർ, ആലപ്പുഴ. കേന്ദ്ര സർക്കാരിൻ്റെ നദീതട മാനേജ്മെൻറ്റ് പദ്ധതികളിലേക്ക് തിരഞ്ഞെടുത്ത 6 നദികളിൽ കേരളത്തിൽ നിന്നും ഉൾപ്പെട്ട നദി നമ്മുടെ പെരിയാറ്. കേരളത്തിൻ്റെ ജീവരേഖയായ പെരിയാറ്, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ പെരിയാറാണ് കേന്ദ്ര സർക്കാരിൻ്റെ നദീതട മാനേജ്മെൻറ്റ് പദ്ധതികളിലേക്ക് തിരഞ്ഞെടുത്ത 6 നദികളിൽ കേരളത്തിൽ നിന്നും ഉൾപ്പെട്ട ഏക നദി പെരിയാറ്. കേരളത്തിലെ ആദ്യത്തെ മാരിടൈം ക്ലസ്റ്റർ സ്ഥാപിതമാകുന്നത് ചേർത്തല, ആലപ്പുഴ. വളരെ ഇമ്പോർട്ടൻ്റ് മാരിടൈം കാര്യങ്ങളൊക്കെ എപ്പോഴും PSC ചോദിക്കുന്നതാണ്. കേരളത്തിലെ ആദ്യത്തെ മാരിടൈം ക്ലസ്റ്റർ സ്ഥാപിതമാകുന്നത് എവിടെയാണ്? ചേർത്തല, ആലപ്പുഴയിലാണ് കേരളത്തിലെ ആദ്യത്തെ മാരിടൈം ക്ലസ്റ്റർ സ്ഥാപിതമാകുന്നത്. 2024 മാർച്ചിൽ 1000 പ്രൈവറ്റ് ജെറ്റുകളുടെ സർവീസുകൾ പിന്നിട്ട കേരളത്തിലെ ആദ്യത്തെ ബിസിനസ് ജെറ്റ് ടെർമിനൽ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ്. അപ്പോൾ 2024 മാർച്ചിൽ 1000 പ്രൈവറ്റ് ജെറ്റുകളുടെ സർവീസുകൾ പിന്നിട്ട കേരളത്തിലെ ആദ്യ ബിസിനസ് ജെറ്റ് ടെർമിനൽ എവിടെയാണ്? കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ്. അതായത് നമ്മുടെ സ്വന്തം സിയാലിലാണ്. സുസ്ഥിര ടൂറിസം, ഉത്തരവാദിത്ത ടൂറിസം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകി കേന്ദ്ര ടൂറിസം മന്ത്രാലയം നടപ്പാക്കുന്ന സ്വദേശി ദർശൻ എന്ന പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് കുമരകവും ബേപ്പൂരും. അപ്പോൾ 2 വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. കുമരകവും ബേപ്പൂരുമാണ്. സുസ്ഥിര ടൂറിസം, ഉത്തരവാദിത്ത ടൂറിസം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകി കേന്ദ്ര ടൂറിസം മന്ത്രാലയം നടപ്പാക്കുന്ന സ്വദേശി ദർശൻ എന്ന പദ്ധതിയിലേക്കാണ് കുമരകവും ബേപ്പൂരും തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ സുസ്ഥിര ടൂറിസം, ഉത്തരവാദിത്ത ടൂറിസം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകി കേന്ദ്ര ടൂറിസം മന്ത്രാലയം നടപ്പാക്കുന്ന സ്വദേശി ദർശൻ എന്ന പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? കുമരകവും ബേപ്പൂരുമാണ്. നമുക്കൊന്നുകൂടെ നോക്കാം. 2024 അന്താരാഷ്ട്ര പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവലിന് വേദിയാകുന്നത് വാഗമൺ. സംസ്ഥാനത്തെ ആദ്യ സ്മാർട്ട് ജനമൈത്രി ചെക്ക് പോസ്റ്റ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? മറയൂരിലാണ്. സംസ്ഥാനത്തെ ആദ്യ നൈലോൺ നൂൽ ഫാക്ടറി നിലവിൽ വന്നത് എവിടെയാണ്? പുന്നപ്ര, വടക്ക് പഞ്ചായത്ത്, പറവൂർ, ആലപ്പുഴ ജില്ല. കേന്ദ്ര സർക്കാരിൻ്റെ നദീതട മാനേജ്മെൻറ്റ് പദ്ധതികളിലേക്ക് തിരഞ്ഞെടുത്ത 6 നദികളിൽ കേരളത്തിൽ നിന്നും ഉൾപ്പെട്ട നദി ഏതാണ്? നമ്മുടെ സ്വന്തം പെരിയാറ്. കേരളത്തിലെ ആദ്യത്തെ മാരിടൈം ക്ലസ്റ്റർ സ്ഥാപിതമാകുന്നത് എവിടെയാണ്? ചേർത്തല, ആലപ്പുഴ. 2024 മാർച്ചിൽ 1000 പ്രൈവറ്റ് ജെറ്റുകളുടെ സർവീസുകൾ പിന്നിട്ട കേരളത്തിലെ ആദ്യത്തെ ബിസിനസ് ജെറ്റ് ടെർമിനൽ കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിലാണ്. സുസ്ഥിര ടൂറിസം, ഉത്തരവാദിത്വ ടൂറിസം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകി കേന്ദ്ര ടൂറിസം മന്ത്രാലയം നടപ്പിലാക്കുന്ന സ്വദേശി ദർശൻ എന്ന പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് കുമരകവും ബേപ്പൂരും. സ്കൂൾ കുട്ടികളിലെ ലഹരി ഉപയോഗം തടയാൻ വിദ്യാലയങ്ങളിൽ എക്സൈസ് ആരംഭിച്ച പദ്ധതിയാണ് നേർവഴി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. സ്കൂൾ കുട്ടികളിലെ ലഹരി ഉപയോഗം തടയാൻ വിദ്യാലയങ്ങളിൽ എക്സൈസ് ആരംഭിച്ച പദ്ധതി ഏതാണ്? നേർവഴി. അപ്പോൾ നേർവഴിയാണ് സ്കൂൾ കുട്ടികളിലെ ലഹരി ഉപയോഗം തടയാനായിട്ട് വിദ്യാലയങ്ങളിൽ എക്സൈസ് ആരംഭിച്ച പദ്ധതി നേർവഴി. വനിതകൾക്ക് കൂടുതൽ വരുമാനം ലക്ഷ്യമിട്ടും നഗര കേന്ദ്രീകൃതമായി വിവിധ സേവനങ്ങൾ നൽകുവാനുമായി കുടുംബശ്രീ ആവിഷ്കരിച്ച പദ്ധതിയാണ് ക്വിക്ക് സെർവ്. വനിതകൾക്ക് കൂടുതൽ വരുമാനം ലക്ഷ്യമിട്ടും നഗര കേന്ദ്രീകൃതമായി വിവിധ സേവനങ്ങൾ നൽകാനുമായി കുടുംബശ്രീ ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? ക്വിക്ക് സെർവ്. ബാലചൂഷണം തടയാൻ വനിതാ ശിശു വികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ശരണബാല്യം. അപ്പോൾ ബാലചൂഷണം തടയാൻ വനിതാ ശിശുവികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ശരണബാല്യം. ബാലവേല, ഭിക്ഷാടനം, തെരുവു ബാല്യമുക്ത കേരളം എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി. ബാലവേല, ഭിക്ഷാടനം, തെരുവു ബാല്യമുക്ത കേരളം എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ സ്കൂൾ കുട്ടികളിലെ ലഹരി ഉപയോഗം തടയാനായിട്ട് വിദ്യാലയങ്ങളിൽ എക്സൈസ് ആരംഭിച്ച പദ്ധതിയാണ് നേർവഴി. വനിതകൾക്ക് കൂടുതൽ വരുമാനം ലക്ഷ്യമിട്ടും നഗര കേന്ദ്രീകൃതമായ വിവിധ സേവനങ്ങൾ നൽകാനുമായി കുടുംബശ്രീ ആവിഷ്കരിച്ച പദ്ധതിയാണ് ക്വിക്ക് സെർവ്. ബാലചൂഷണം തടയാൻ വനിതാ ശിശു വികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ശരണബാല്യം.
കുമാരനാശാൻ വൈരാഗിയിലെ അനുരാഗി എന്ന കൃതിയുടെ രചയിതാവ് വിഷ്ണുനാരായണൻ നമ്പൂതിരി. അപ്പോൾ കുമാരനാശാൻ വൈരാഗിയിലെ അനുരാഗി എന്ന കൃതിയുടെ രചയിതാവാണ് വിഷ്ണുനാരായണൻ നമ്പൂതിരി. വിഷ്ണുനാരായണൻ നമ്പൂതിരിയാണ് കുമാരനാശാൻ വൈരാഗിയിലെ അനുരാഗി എന്ന കൃതി രചിച്ചത്. ദ കുക്കിംഗ് ബുക്സ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് രാമചന്ദ്ര ഗുഹ. ഈ രാമചന്ദ്ര ഗുഹ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് പഠിച്ചു വെച്ചോണം. ദ കുക്കിംഗ് ബുക്സ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? രാമചന്ദ്ര ഗുഹ. രാമചന്ദ്ര ഗുഹയുടെ ബുക്കാണ് ദ കുക്കിംഗ് ബുക്സ്. ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന നോവൽ ആസ്പദമാക്കി പുറത്തിറങ്ങിയ ആടുജീവിതം എന്ന സിനിമ സംവിധാനം ചെയ്തതാരാണ്? ബ്ലെസ്സിയാണ് ആടുജീവിതം എന്ന സിനിമ സംവിധാനം ചെയ്തത്. ആടുജീവിതം ആരുടെ നോവലാണ്? ബെന്യാമിൻ. ആരാണ് ആടുജീവിതം എന്ന സിനിമയുടെ സംവിധായകൻ? ബ്ലെസ്സിയാണ് ആടുജീവിതം എന്ന സിനിമയുടെ സംവിധായകൻ. ആടുജീവിതം നോവലിലെ കഥാപാത്രമാരാണ്? നജീബായി സിനിമയിൽ വേഷമിട്ടതാരാണ്? പൃഥ്വിരാജ് സുകുമാരൻ. അപ്പോൾ കുമാരനാശാൻ വൈരാഗിയിലെ അനുരാഗി എന്ന കൃതിയുടെ രചയിതാവ് വിഷ്ണുനാരായണൻ നമ്പൂതിരി. ഇത് കുക്കിംഗ് ബുക്സ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് രാമചന്ദ്ര ഗുഹ. ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന നോവൽ ആസ്പദമാക്കി പുറത്തിറങ്ങിയ ആടുജീവിതം എന്ന സിനിമ സംവിധാനം ചെയ്തത് ബ്ലെസ്സിയാണ്. ആടുജീവിതം നോവലിലെ കഥാപാത്രമാണ് നജീബായി സിനിമയിൽ വേഷമിട്ടത് പൃഥ്വിരാജാണ്. പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ ഹൈ എൻഡ്യൂറൻസ് ഓട്ടോണമസ് അണ്ടർ വാട്ടർ വെഹിക്കിളിൻ്റെ ആദ്യ ജലോപരിതല പരീക്ഷണം നടന്നത് കൊച്ചി കപ്പൽ നിർമ്മാണശാലയിലാണ്. അപ്പോൾ പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ ഹൈ എൻഡ്യൂറൻസ് ഓട്ടോണമസ് അണ്ടർ വാട്ടർ വെഹിക്കിളിൻ്റെ ആദ്യ ജലോപരിതല പരീക്ഷണം നടന്നത് എവിടെയാണ്? കൊച്ചി കപ്പൽ നിർമ്മാണശാലയിൽ. 1824 മാർച്ച് 11 തിരുവിതാംകൂറിൽ ഇറങ്ങിയ ഉത്തരവ് പ്രകാരമാണ് ഇരണിയൽ താലൂക്ക് രൂപീകരിക്കപ്പെട്ടത്. അപ്പോൾ ഇരണിയൽ താലൂക്ക് രൂപീകരിക്കപ്പെട്ടിട്ട് 200 വർഷം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇരണിയൽ താലൂക്കിന് എത്ര വയസ്സുണ്ട്? 200 വയസ്സ്. വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ടിൻ്റെ പുതിയ CEO ശ്രീകുമാർ കെ നായരാണ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ടിൻ്റെ പുതിയ CEO. അപ്പോൾ വിഴിഞ്ഞം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ടിൻ്റെ പുതിയ CEO ആരാണ്? ശ്രീകുമാർ കെ നായരാണ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ടിൻ്റെ പുതിയ CEO. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറായി ചുമതലയേറ്റത് ആരാണ്? വി ഹരി നായരാണ് സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറായി ചുമതലയേറ്റത്. അപ്പോൾ സംസ്ഥാനത്തെ വിവരാവകാശ കമ്മീഷണർ ആരാണ്? വി ഹരി നായരാണ് സംസ്ഥാനത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. വി ഹരി നായരാണ് സംസ്ഥാനത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. അപ്പം നമുക്കൊന്നുകൂടെ നോക്കാം. പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ ഹൈ എൻഡ്യൂറൻസ് ഓട്ടോണമസ് അണ്ടർ വാട്ടർ വെഹിക്കിളിൻ്റെ ആദ്യ ജലോപരിതല പരീക്ഷണം നടത്തിയത് കൊച്ചി കപ്പൽ നിർമ്മാണശാലയിലാണ്. 1824 മാർച്ച് 11 തിരുവിതാംകൂറിൽ ഇറങ്ങിയ ഉത്തരവ് പ്രകാരമാണ് ഇരണിയൽ താലൂക്ക് രൂപീകരിക്കപ്പെട്ടത്. ഇരണിയൽ താലൂക്ക് രൂപീകരിച്ചിട്ട് 200 വർഷം കഴിഞ്ഞിരിക്കുന്നു. വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ടിൻ്റെ പുതിയ CEO ശ്രീകുമാർ കെ നായർ. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറായി ചുമതലയേറ്റത് വി ഹരി നായരാണ് കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. വളരെ ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. APJ അബ്ദുൽ കലാം സാങ്കേതിക ശാസ്ത്ര സർവകലാശാലയുടെ ആദ്യ ഓംബുഡ്സ്മാനാണ് ഡോക്ടർ ധർമ്മരാജാണ് APJ അബ്ദുൽ കലാം സാങ്കേതിക ശാസ്ത്ര സർവകലാശാലയുടെ ആദ്യ ഓംബുഡ്സ്മാൻ. അപ്പോൾ APJ അബ്ദുൽ കലാം സാങ്കേതിക ശാസ്ത്ര സർവകലാശാലയുടെ ആദ്യ ഓംബുഡ്സ്മാൻ ആരാണ്? ഡോക്ടർ ധർമ്മരാജാണ് APJ അബ്ദുൽ കലാം സാങ്കേതിക ശാസ്ത്ര സർവകലാശാലയുടെ ആദ്യ ഓംബുഡ്സ്മാൻ. ധർമ്മരാജ്. മാർച്ചിൽ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ അംഗങ്ങളായി ചുമതലയേറ്റവരാണ് KK ഷാജു, സിസിലി ജോസഫ്, F വിൽസൺ, B മോഹൻകുമാർ. അപ്പോൾ മാർച്ചിൽ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷനിൽ അംഗങ്ങളായി ചുമതലയേറ്റവർ ആരൊക്കെയാണ്? KK ഷാജു, സിസിലി ജോസഫ്, F വിൽസൺ, B മോഹൻകുമാർ. DRDO അഗ്നി മിഷൻ ഡയറക്ടറായ മലയാളി വനിത ഷീന റാണി. ഇമ്പോർട്ടൻ്റ് പോയിന്റ്. DRDOയിൽ അഗ്നി മിഷൻ്റെ ഡയറക്ടറായ മലയാളി വനിതയാണ് ഷീന റാണിയാണ് DRDO അഗ്നി മിഷൻ്റെ ഡയറക്ടറായി നിയമിതയായ മലയാളി വനിത.
2024 ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയി നിയമിതനായത് വി പി ജഗതിരാജ്. വി പി ജഗതിരാജാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായി നിയമിതനായത്. വി പി ജഗതിരാജ്. വി പി ജഗതിരാജാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ. മലയാറ്റൂർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 17ാമത് മലയാറ്റൂർ അവാർഡിന് അർഹയായത് സാറ ജോസഫ്. സാറ ജോസഫിനാണ് മലയാറ്റൂർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 17ാമത് മലയാറ്റൂർ അവാർഡ് നേടിയത്. സാറ ജോസഫ്. സാറ ജോസഫ്. നമുക്കൊന്നുകൂടെ നോക്കാം. APJ അബ്ദുൽ കലാം സാങ്കേതിക ശാസ്ത്ര സർവകലാശാലയുടെ ആദ്യ ഓംബുഡ്സ്മാൻ ഡോക്ടർ ധർമ്മരാജ്. മാർച്ചിൽ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ അംഗങ്ങളായി ചുമതലയേറ്റവർ KK ഷാജു, സിസിലി ജോസഫ്, F വിൽസൺ, B മോഹൻകുമാർ. DRDOയുടെ അഗ്നി മിഷൻ ഡയറക്ടറായ മലയാളി വനിത ഷീന റാണി. ഷീന റാണിയാണ് DRDO അഗ്നി മിഷൻ ഡയറക്ടറായ മലയാളി വനിത. 2024 ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായി നിയമിതനായത് വി പി ജഗതിരാജ്. മലയാറ്റൂർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 17ാമത് മലയാറ്റൂർ അവാർഡിന് അർഹരായത് സാറ ജോസഫ്. സാറ ജോസഫ്. ശൈശവ വിവാഹം തടയുന്നതിനായുള്ള സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിൻ്റെ പദ്ധതിയാണ് പൊൻവാക്ക്. വളരെ ഇമ്പോർട്ടൻ്റ് പോയിന്റ്. ശൈശവ വിവാഹം തടയുന്നതിനായുള്ള സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിൻ്റെ പദ്ധതി ഏതാണ്? പൊൻവാക്ക്. പൊൻവാക്കാണ് ശൈശവ വിവാഹം തടയുന്നതിനായുള്ള സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിൻ്റെ പദ്ധതി. പൊൻവാക്ക്. പൊൻവാക്ക്. വീട്ടുജോലി, വയോജനങ്ങളുടെയും കുട്ടികളുടെയും പരിചരണം, വീട് വൃത്തിയാക്കൽ തുടങ്ങിയ സേവനങ്ങൾ നൽകുന്നതിനായി കുടുംബശ്രീ വഴി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ക്യുക്ക് സെർവ്. ക്യുക്ക് സെർവ്. വീട്ടുജോലി, വയോജനങ്ങളുടെയും കുട്ടികളുടെയും പരിചരണം, വീട് വൃത്തിയാക്കൽ തുടങ്ങിയ സേവനങ്ങൾ നൽകുന്നതിനായി കുടുംബശ്രീ വഴി നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? ക്യുക്ക് സെർവ്. ക്യുക്ക് സെർവ്. കേരളത്തിലെ ആദ്യ നിർമ്മിത ബുദ്ധി അധ്യാപിക ഐറിസ്. ഐറിസ് ആണ് കേരളത്തിലെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി അല്ലെങ്കിൽ AI അധ്യാപിക. ഐറിസ്. ഐറിസ്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. എവിടെയാണ് ഈ AI അധ്യാപിക വന്നത്? കല്ലമ്പലത്തുള്ള KTCT സ്കൂൾ, തിരുവനന്തപുരം. തിരുവനന്തപുരം ജില്ലയിലാണ് കല്ലമ്പലം. അവിടുത്തെ KTCT സ്കൂളിലാണ് കേരളത്തിലെ ആദ്യ നിർമ്മിത ബുദ്ധി അല്ലെങ്കിൽ AI അധ്യാപിക നിയമിതയായത്. അതിൻ്റെ പേരെന്താണ്? ഐറിസ്. ഐറിസ്. ഹരിത കർമ്മസേനയുടെ പ്രവർത്തനം വിലയിരുത്താൻ ഹരിതമിത്രം ആപ്പ്. അപ്പോൾ ഹരിത കർമ്മസേനയുടെ പ്രവർത്തനം വിലയിരുത്താനുള്ള ആപ്പ് ഏതാണ്? ഹരിതമിത്രം. ഹരിതമിത്രമാണ് ഹരിത കർമ്മസേനയുടെ പ്രവർത്തനം വിലയിരുത്താനുള്ള ആപ്പ്. ഇലക്ഷൻ ഡ്യൂട്ടിക്കായി സർക്കാർ ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നതിന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പോർട്ടലാണ് ഓർഡർ. ഓർഡർ. വളരെ ഇമ്പോർട്ടൻ്റ് പോയിന്റ്. ഇലക്ഷൻ ഡ്യൂട്ടിക്കായി സർക്കാർ ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നതിന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പോർട്ടലാണ് ഓർഡർ. ഓർഡർ. അപ്പോൾ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ഷൻ ഡ്യൂട്ടിക്കായി സർക്കാർ ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നതിന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പോർട്ടൽ. ഓർഡർ. ഓർഡർ. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ശൈശവ വിവാഹം തടയുന്നതിനായുള്ള സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിൻ്റെ പദ്ധതിയാണ് പൊൻവാക്ക്. വീട്ടുജോലി, വയോജനങ്ങളുടെയും കുട്ടികളുടെയും പരിചരണം, വീട് വൃത്തിയാക്കൽ തുടങ്ങിയ സേവനങ്ങൾ നൽകുന്നതിനായി കുടുംബശ്രീ വഴി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ക്യുക്ക് സെർവ്. ക്യുക്ക് സെർവ്. കേരളത്തിലെ ആദ്യ നിർമ്മിത ബുദ്ധി അധ്യാപിക ഐറിസ്. ഇത് നിലവിൽ വന്നത് എവിടെയാണ്? കല്ലമ്പലം KTCT സ്കൂൾ, തിരുവനന്തപുരം. തിരുവനന്തപുരം ജില്ലയിലെ കല്ലമ്പലം എന്ന സ്ഥലത്തുള്ള KTCT സ്കൂളിലാണ് കേരളത്തിലെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി അധ്യാപിക നിയമിതയായത്. പേര് ഐറിസ്. ഹരിത കർമ്മസേനയുടെ പ്രവർത്തനം വിലയിരുത്താൻ ഹരിതമിത്രം ആപ്പ്. അപ്പോൾ ഹരിത കർമ്മസേനയുടെ പ്രവർത്തനം വിലയിരുത്താനായിട്ട് ഹരിതമിത്രം ആപ്പ്. ഇലക്ഷൻ ഡ്യൂട്ടിക്കായി സർക്കാർ ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നതിന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പോർട്ടലാണ് ഓർഡർ. ഓർഡർ. അമിതഭാരം കയറ്റി വരുന്ന വാഹനങ്ങളെ പരിശോധിച്ച് പിടികൂടുന്നതിനായി 2024 മാർച്ചിൽ കേരള വിജിലൻസ് നടപ്പിലാക്കിയ ദൗത്യ പരിപാടിയാണ് ഓപ്പറേഷൻ ഓവർലോഡ്. അമിതഭാരം, ഓവർലോഡ് അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക. അമിതഭാരം കയറ്റി വരുന്ന വാഹനങ്ങളെ പരിശോധിച്ച് പിടികൂടുന്നതിനായി 2024 മാർച്ചിൽ കേരള വിജിലൻസ് നടപ്പിലാക്കിയ ദൗത്യ പരിപാടിയാണ് ഓപ്പറേഷൻ ഓവർലോഡ്. ഓപ്പറേഷൻ ഓവർലോഡ്. ഓപ്പറേഷൻ ഓവർലോഡാണ് അമിതഭാരം കയറ്റി വരുന്ന വാഹനങ്ങളെ പരിശോധിച്ച് പിടികൂടുന്നത്
പിടികൂടുന്നതിനായി 2024 മാർച്ചിൽ കേരള വിജിലൻസ് നടപ്പാക്കിയ ദൗത്യ പരിപാടി. ഇരുചക്ര വാഹനങ്ങളിൽ അഭ്യാസ പ്രകടനം നടത്തി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തവരെ കണ്ടെത്തി നിയമ നടപടികൾ എടുക്കാൻ വേണ്ടി പോലീസും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനാണ് ബൈക്ക് സ്റ്റണ്ട്. അപ്പോൾ ഇരുചക്ര വാഹനങ്ങളിൽ അഭ്യാസ പ്രകടനം നടത്തി സമൂഹ മാധ്യമങ്ങൾ വഴി പോസ്റ്റ് ചെയ്തവരെ കണ്ടെത്തി അവർക്കെതിരെ നിയമ നടപടികൾ എടുക്കാൻ വേണ്ടി പോലീസും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായി നടത്തിയ ഓപ്പറേഷൻ ഏതാണ്? ബൈക്ക് സ്റ്റണ്ടാണ്. ഇരുചക്ര വാഹനങ്ങളിൽ അഭ്യാസ പ്രകടനം നടത്തി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തവരെ കണ്ടെത്തി നിയമ നടപടികൾ എടുക്കാൻ വേണ്ടി പോലീസും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായി നടത്തിയ ഓപ്പറേഷൻ ബൈക്ക് സ്റ്റണ്ട്. സ്കൂൾ വിദ്യാഭ്യാസ പരിഷ്കരണം പഠിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മിറ്റി ഖാദർ കമ്മിറ്റി. ഈ കമ്മിറ്റികൾ എപ്പോഴും PSCക്ക് ചോദിക്കാറുണ്ട്, ഒന്ന് നോട്ട് ചെയ്ത് പഠിച്ചോളുക. അപ്പോൾ സ്കൂൾ വിദ്യാഭ്യാസ പരിഷ്കരണം പഠിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മിറ്റി ഏതാണ്? ഖാദർ കമ്മിറ്റിയാണ് സ്കൂൾ വിദ്യാഭ്യാസ പരിഷ്കരണം പഠിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മിറ്റി. ഖാദർ കമ്മിറ്റി. 2024 മാർച്ചിൽ 200 കോടി ക്ലബിൽ കയറുന്ന ആദ്യത്തെ മലയാള ചിത്രം എന്ന റെക്കോർഡ് നേടിയത് മഞ്ഞുമ്മൽ ബോയ്സ് ആണ്. 2024 മാർച്ചിൽ 200 കോടി ക്ലബിൽ കയറിയ ആദ്യത്തെ മലയാളി സിനിമ. മലയാളത്തിൽ നിന്ന് ഏറ്റവും വേഗം 50 കോടി ക്ലബിൽ ഇടം നേടിയ മലയാള ചിത്രം ആടുജീവിതം. കൊച്ചിയിലെ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് വിഷയത്തെ പശ്ചാത്തലമാക്കി നിർമ്മിക്കപ്പെട്ട ചലച്ചിത്രം ഏതാണ്? ഇതുവരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ്. കൊച്ചിയിലെ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് വിഷയത്തെ പശ്ചാത്തലമാക്കി നിർമ്മിക്കപ്പെട്ട ചലച്ചിത്രമാണ് ഇതുവരെയാണ് കൊച്ചിയിലെ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് വിഷയത്തെ പശ്ചാത്തലമാക്കി നിർമ്മിക്കപ്പെട്ട ചലച്ചിത്രം. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. അമിതഭാരം കയറ്റി വരുന്ന വാഹനങ്ങളെ പരിശോധിച്ച് പിടികൂടുന്നതിനായി 2024 മാർച്ചിൽ കേരള വിജിലൻസ് നടപ്പിലാക്കിയ ദൗത്യ പരിപാടിയാണ് ഓപ്പറേഷൻ ഓവർലോഡ്. ഇരുചക്ര വാഹനങ്ങളിൽ അഭ്യാസ പ്രകടനം നടത്തി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തവരെ കണ്ടെത്തി നിയമ നടപടികൾ എടുക്കാൻ വേണ്ടി പോലീസും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനാണ് ബൈക്ക് സ്റ്റണ്ട്. സ്കൂൾ വിദ്യാഭ്യാസ പരിഷ്കരണം പഠിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മിറ്റി ഖാദർ കമ്മിറ്റി. 2024 മാർച്ചിൽ 200 കോടി ക്ലബിൽ കയറുന്ന ആദ്യ മലയാള ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ്. മലയാളത്തിൽ നിന്ന് ഏറ്റവും വേഗം 50 കോടി ക്ലബിൽ ഇടം നേടിയ മലയാള ചിത്രം ആടുജീവിതം. കൊച്ചിയിലെ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് വിഷയത്തെ പശ്ചാത്തലമാക്കി നിർമ്മിക്കപ്പെട്ട ചലച്ചിത്രം ഇതുവരെ. കേരളത്തിലെ സർവകലാശാലകളിൽ ഏകീകൃത അക്കാദമി കലണ്ടറിൻ്റെ അടിസ്ഥാനത്തിൽ 4 വർഷ ബിരുദ കോഴ്സുകൾക്ക് തുടക്കം കുറിക്കുന്നത് ജൂലൈ 1, 2024 മുതലാണ് 4 വർഷ ബിരുദ കോഴ്സുകൾക്ക് തുടക്കം കുറിക്കുന്നത്. അപ്പോൾ കേരളത്തിലെ സർവകലാശാലകളിൽ 4 വർഷ ബിരുദ കോഴ്സുകൾക്ക് തുടക്കം കുറിക്കുന്നത് എന്നാണ്? ജൂലൈ 1, 2024 മുതലാണ് സംസ്ഥാനത്ത് 4 വർഷ ബിരുദ കോഴ്സുകൾക്ക് തുടക്കം കുറിക്കുന്നത്. ആകാശവാണി 75-ാം വർഷത്തിലേക്ക് 1/4/1950 ആകാശവാണി പ്രവർത്തനം ആരംഭിച്ചത്. അപ്പോൾ ആകാശവാണി പ്രവർത്തനം ആരംഭിച്ചതെന്നാണ്? 1/4/1950 ആകാശവാണി പ്രവർത്തനം ആരംഭിച്ചത്. ആകാശവാണി 75 വർഷം പൂർത്തിയാക്കി. അടുത്തിടെ കേരള തീരത്തുണ്ടായ ശക്തമായ കടലാക്രമണത്തിന് കാരണമായി ഗവേഷകർ ചൂണ്ടിക്കാട്ടിയ പ്രതിഭാസം കള്ളക്കടലാണ്. അടുത്തിടെ കേരള തീരത്തുണ്ടായ ശക്തമായ കടലാക്രമണത്തിന് കാരണമായി ഗവേഷകർ ചൂണ്ടിക്കാട്ടിയത്. കേരള കെട്ടിട നികുതി ഭേദഗതി ബിൽ 2023 ഗവർണർ ഒപ്പിട്ടു. ആഡംബര നികുതി ഇനി മുതൽ അധിക നികുതി എന്ന പേരിലായിരിക്കും പിരിക്കുന്നത്. അപ്പോൾ ആഡംബര നികുതി പിരിക്കുന്നത് ഇനി മുതൽ അധിക നികുതി എന്ന പേരിലായിരിക്കും. കലാമണ്ഡലം കേശവദേവ് ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കഥകളി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ്. കലാമണ്ഡലം കേശവദേവ് ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കഥകളിയുമായി ബന്ധപ്പെട്ട ആളാണ് കലാമണ്ഡലം കേശവദേവ്. 2024 മാർച്ച് 30 ശതാബ്ദി ആചരിക്കുന്ന ബഹുജന സമരം വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ശതാബ്ദിയാണ് 2024 മാർച്ച് 30 ശതാബ്ദി ആചരിക്കുന്ന ബഹുജന സമരമാണ് വൈക്കം സത്യാഗ്രഹമാണ് 2024 മാർച്ച് 30 ശതാബ്ദി ആചരിക്കുന്നത്. വൈക്കം സത്യാഗ്രഹം.
കേരളത്തിലെ സർവകലാശാലകളിൽ ഏകീകൃത അക്കാദമി കലണ്ടറിന്റെ അടിസ്ഥാനത്തിൽ 4 വർഷ ബിരുദ കോഴ്സുകൾക്ക് തുടക്കം കുറിക്കുന്നത് ജൂലൈ 1, 2024. ആകാശവാണി 75-ാം വർഷത്തിലേക്ക് 1/4/1950 പ്രവർത്തനം ആരംഭിച്ചത്. ആകാശവാണിക്ക് 75 വയസ്സ്. അടുത്തിടെ കേരള തീരത്തുണ്ടായ ശക്തമായ കടലാക്രമണത്തിന് കാരണമായി ഗവേഷകർ ചൂണ്ടിക്കാട്ടിയ പ്രതിഭാസം കള്ളക്കടൽ. കേരള കെട്ടിട നികുതി ഭേദഗതി ബിൽ 2023 ഗവർണർ ഒപ്പിട്ടു. ആഡംബര നികുതി ഇനി മുതൽ അധിക നികുതി എന്ന പേരിലായിരിക്കും പിരിക്കുന്നത്. കലാമണ്ഡലം കേശവദേവ് ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കഥകളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 2024 മാർച്ച് 30 ശതാബ്ദി ആചരിക്കുന്ന ബഹുജന സമരമാണ് വൈക്കം സത്യാഗ്രഹം. ഇന്ത്യൻ സൈനിക ശക്തിയുടെ വിളംബരമായി അരങ്ങേറിയ ഭാരത് ശക്തി പ്രകടനം നടന്ന സംസ്ഥാനം രാജസ്ഥാനിൽ വെച്ചാണ് ഇന്ത്യൻ സൈനിക ശക്തിയുടെ വിളംബരമായി അരങ്ങേറിയ ഭാരത് ശക്തി പ്രകടനം നടന്നത്. അപ്പോൾ ഇന്ത്യൻ സൈനിക ശക്തിയുടെ വിളംബരമായി അരങ്ങേറിയ ഭാരത് ശക്തി എന്ന പ്രകടനം നടന്ന സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ. ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ തുരങ്കപാത നിലവിൽ വന്നത് കൊൽക്കത്ത ഹൂഗ്ലി നദിയിലാണ് അണ്ടർ വാട്ടർ മെട്രോ നിലവിൽ വന്നത്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ തുരങ്കപാത നിലവിൽ വന്നത് എവിടെയാണ്? കൊൽക്കത്ത ഹൂഗ്ലി നദിക്കടിയിൽ. കൊൽക്കത്തയിലെ ഹൂഗ്ലി നദിക്കടിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ തുരങ്കപാത നിലവിൽ വന്നത്. ഇന്ത്യൻ നാവികസേനയുടെ പുതിയ ആസ്ഥാന മന്ദിരമായ നൗസേനാ ഭവൻ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയാണ്? ഡൽഹിയിലാണ് നൗസേനാ ഭവൻ. PSC ചോദിക്കാം, നൗസേനാ ഭവൻ എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് ഇന്ത്യൻ നാവികസേനയുടെ പുതിയ ആസ്ഥാന മന്ദിരമായ നൗസേനാ ഭവൻ നിലകൊള്ളുന്നത്. അപ്പോൾ ഇന്ത്യൻ നാവികസേനയുടെ പുതിയ ആസ്ഥാന മന്ദിരം ഏതാണ്? നൗസേനാ ഭവൻ. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ന്യൂഡൽഹി. ഇന്ത്യയിൽ ജീവിക്കാൻ ഏറ്റവും അനുയോജ്യമായ നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ബാംഗ്ലൂരാണ്. ഇന്ത്യയിൽ ജീവിക്കാൻ ഏറ്റവും അനുയോജ്യമായ നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ബാംഗ്ലൂര്. രാജ്യത്തെ ആദ്യത്തെ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം എവിടെയാണ് നിലവിൽ വന്നത്? പാട്നയില്. വളരെ ഇമ്പോർട്ടൻ്റ് പോയിന്റ്. രാജ്യത്തെ ആദ്യത്തെ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം എവിടെയാണ്? പാട്ന, ബീഹാറിന്റെ തലസ്ഥാനമാണ് പാട്നയുടെ പഴയ പേരെന്താണ്? പാടലീപുത്രം. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം എവിടെയാണ് നിലവിൽ വന്നത്? പാട്ന. പലതവണ പറഞ്ഞു പഠിക്കുക. ഗംഗയിലെ ഡോൾഫിനുകളുടെ ജീവിത രീതി പഠിക്കാൻ രാജ്യത്തെ ആദ്യ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം തുറന്നത് എവിടെയാണ്? അതും പാട്നയിലാണ്. അപ്പോൾ ഗംഗയിലെ ഡോൾഫിനുകളുടെ ജീവിത രീതി പഠിക്കാൻ രാജ്യത്തെ ആദ്യ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം തുറന്നതും പാട്നയിലാണ്. അപ്പോൾ ഇന്ത്യൻ സൈനിക ശക്തിയുടെ വിളംബരമായി അരങ്ങേറിയ ഭാരത് ശക്തി പ്രകടനം നടന്ന സംസ്ഥാനമാണ് രാജസ്ഥാൻ. ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ തുരങ്കപാത നിലവിൽ വന്നത് കൊൽക്കത്ത ഹൂഗ്ലി നദി. ഇന്ത്യൻ നാവികസേനയുടെ പുതിയ ആസ്ഥാന മന്ദിരമായ നൗസേനാ ഭവൻ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഡൽഹിയിലാണ്. ഇന്ത്യയിൽ ജീവിക്കാൻ ഏറ്റവും അനുയോജ്യ നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ബാംഗ്ലൂര്. രാജ്യത്തെ ആദ്യ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം എവിടെ നിലവിൽ വന്നു? പാട്നയില്. ഗംഗയിലെ ഡോൾഫിനുകളുടെ ജീവിത രീതി പഠിക്കാൻ രാജ്യത്തെ ആദ്യ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം തുറന്നത് പാട്ന, ബീഹാർ. മാർച്ചിൽ പുറത്തിറങ്ങിയ മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 134. മാർച്ചിൽ പുറത്തിറങ്ങിയ മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 134. അപ്പോൾ മാർച്ചിൽ പുറത്തിറങ്ങിയ മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 134. 134 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ്. പലതവണ പറഞ്ഞു പഠിക്കുക, കേട്ട് പഠിക്കുക. മാർച്ചിൽ പുറത്തിറങ്ങിയ മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 134. 2024 ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 126. അപ്പോൾ 2024 ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 126. 7ാം വർഷവും 1ാം സ്ഥാനത്താരാണ്? ഫിൻലൻഡ്. അപ്പോൾ 2024 ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 126. 7ാം വർഷവും 1ാം സ്ഥാനത്ത് നിൽക്കുന്നതാണ് ഫിൻലൻഡാണ്. രാജ്യത്ത് ആദ്യമായി വിധവ പുനർവിവാഹ പദ്ധതി നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? ജാർഖണ്ഡാണ്.
രാജ്യത്താദ്യമായി വിധവ പുനർവിവാഹ പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം ജാർഖണ്ഡ്. രാജ്യത്താദ്യമായി വിധവ പുനർവിവാഹ പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനമാണ് ജാർഖണ്ഡ്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. LDCക്കൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. രാജ്യത്താദ്യമായി പുനർവിവാഹ പദ്ധതി നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനമാണ് ജാർഖണ്ഡ്. എല്ലാ സർക്കാർ രേഖകളിലും അമ്മയുടെ പേര് നിർബന്ധമാക്കിയ സംസ്ഥാനം മഹാരാഷ്ട്ര. അപ്പോൾ എല്ലാ സർക്കാർ രേഖകളിലും അമ്മയുടെ പേര് നിർബന്ധമാക്കിയ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര സംസ്ഥാനമാണ് എല്ലാ സർക്കാർ രേഖകളിലും അമ്മയുടെ പേര് നിർബന്ധമാക്കിയത്. രാജ്യത്ത് ആദ്യമായി സമുദ്ര വിഭവങ്ങൾ സംരക്ഷിക്കുവാൻ പ്രത്യേക സേനയ്ക്ക് രൂപം നൽകിയ സംസ്ഥാനം തമിഴ്നാട്. മറൈൻ എലൈറ്റ് ഫോഴ്സ് എന്നാണ് അതിൻ്റെ പേര്. രാജ്യത്ത് ആദ്യമായി സമുദ്ര വിഭവങ്ങൾ സംരക്ഷിക്കുവാനായിട്ട് പ്രത്യേക സേനയ്ക്ക് രൂപം നൽകിയ സംസ്ഥാനമാണ് തമിഴ്നാടാണ് രാജ്യത്ത് ആദ്യമായി സമുദ്ര വിഭവങ്ങൾ സംരക്ഷിക്കുവാനായിട്ട് പ്രത്യേക സേനയ്ക്ക് രൂപം നൽകിയ സംസ്ഥാനം. ഏക സിവിൽ കോഡ് ആദ്യമായി നിലവിൽ വരുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ്. ഏക സിവിൽ കോഡ് ആദ്യമായി നിലവിൽ വരുന്ന സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡാണ് ഏക സിവിൽ കോഡ് ആദ്യമായി നിലവിൽ വരുന്ന സംസ്ഥാനം. മാർച്ചിൽ പുറത്തിറങ്ങിയ മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 134. 2024 ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 126. 7ാം വർഷവും 1ാം സ്ഥാനത്ത് ഫിൻലൻഡാണ്. രാജ്യത്ത് ആദ്യമായി വിധവ പുനർവിവാഹ പദ്ധതി നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനം ജാർഖണ്ഡ്. എല്ലാ സർക്കാർ രേഖകളിലും അമ്മയുടെ പേര് നിർബന്ധമാക്കിയ സംസ്ഥാനം മഹാരാഷ്ട്ര. രാജ്യത്ത് ആദ്യമായി സമുദ്ര വിഭവങ്ങൾ സംരക്ഷിക്കുവാൻ പ്രത്യേക സേനയ്ക്ക് രൂപം നൽകിയ സംസ്ഥാനം തമിഴ്നാട്. പേര് മറൈൻ എലൈറ്റ് ഫോഴ്സ്. ഏക സിവിൽ കോഡ് ആദ്യമായി നിലവിൽ വരുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഇരട്ട തുരങ്കപാത സെല അരുണാചൽ പ്രദേശ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ്. ലോകത്തെ ഏറ്റവും നീളം കൂടിയ ഇരട്ട തുരങ്കപാത ഏതാണ്? സെല അരുണാചൽ പ്രദേശിലെ സെല തുരങ്കപാതയാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഇരട്ട തുരങ്കപാത. അരുണാചൽ പ്രദേശിൽ ചൈനീസ് അതിർത്തിയിൽ യഥാർത്ഥ നിയന്ത്രണ രേഖയ്ക്ക് സമീപം നിർമ്മിച്ച സെല തുരങ്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിച്ചു. 1003 മീറ്റർ സിംഗിൾ ട്യൂബ്, 1595 മീറ്റർ ഇരട്ടപ്പാത. പരിചയമില്ലാത്ത സ്ത്രീയെ ഡാർലിംഗ് എന്ന് വിളിക്കുന്നത് അപകീർത്തികരവും ലൈംഗിക അതിക്രമവുമായി കണക്കാക്കുമെന്ന് 2024 മാർച്ചിൽ വിധി പ്രസ്താവിച്ച ഹൈക്കോടതി. കൊൽക്കത്ത ഹൈക്കോടതി. പരിചയമില്ലാത്ത സ്ത്രീയെ ഡാർലിംഗ് എന്ന് വിളിക്കുന്നത് അപകീർത്തികരവും ലൈംഗികാതിക്രമവുമായി കണക്കാക്കുമെന്ന് 2024 മാർച്ചിൽ വിധി പ്രസ്താവിച്ച ഹൈക്കോടതി ഏതാണ്? കൊൽക്കത്ത ഹൈക്കോടതിയാണ് പരിചയമില്ലാത്ത സ്ത്രീയെ കയറി ഡാർലിംഗ് എന്നൊക്കെ വിളിക്കുന്നത് അപകീർത്തികരവും ലൈംഗികാതിക്രമവുമാണെന്ന് കണക്കാക്കുമെന്ന് 2024 മാർച്ചിൽ വിധി പ്രസ്താവിച്ചത് കൊൽക്കത്ത ഹൈക്കോടതി. 2024 മാർച്ചിൽ നാനാ ജഗന്നാഥ് ശങ്കർ സേത്ത് സ്റ്റേഷൻ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട മഹാരാഷ്ട്രയിലെ റെയിൽവേ സ്റ്റേഷനാണ് മുംബൈ സെൻട്രൽ. അപ്പം മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേരെന്താണ്? നാനാ ജഗന്നാഥ് ശങ്കർ സേത്ത്. നാനാ ജഗന്നാഥ് ശങ്കർ സേത്ത്. അപ്പോൾ 2024 മാർച്ചിൽ നാനാ ജഗന്നാഥ് ശങ്കർ സേത്ത് സ്റ്റേഷൻ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട മഹാരാഷ്ട്രയിലെ റെയിൽവേ സ്റ്റേഷനാണ് മുംബൈ സെൻട്രൽ സ്റ്റേഷൻ. ഇന്ത്യയിൽ ആദ്യമായി സെപ്റ്റിക് ടാങ്ക് ക്ലീനിംഗ് റോബോട്ടിനെ വികസിപ്പിച്ചത് IIT മദ്രാസ് ആണ്. ഇന്ത്യയിൽ ആദ്യമായി സെപ്റ്റിക് ടാങ്ക് ക്ലീനിംഗ് റോബോട്ടിനെ വികസിപ്പിച്ച IIT. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഇരട്ട തുരങ്കപാത സെല അരുണാചൽ പ്രദേശ്. പരിചയമില്ലാത്ത സ്ത്രീയെ ഡാർലിംഗ് എന്ന് വിളിക്കുന്നത് അപകീർത്തികരവും ലൈംഗികാതിക്രമവുമായി കണക്കാക്കുമെന്ന് 2024 മാർച്ചിൽ വിധി പ്രസ്താവിച്ച ഹൈക്കോടതി കൊൽക്കത്ത ഹൈക്കോടതി. 2024 മാർച്ചിൽ നാനാ ജഗന്നാഥ് ശങ്കർ സേത്ത് സ്റ്റേഷൻ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട മഹാരാഷ്ട്രയിലെ റെയിൽവേ സ്റ്റേഷനാണ് മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. ഇന്ത്യയിൽ ആദ്യമായി സെപ്റ്റിക് ടാങ്ക് ക്ലീനിംഗ് റോബോട്ടിനെ വികസിപ്പിച്ചത് IIT മദ്രാസ്. മിനിക്കോയിൽ കമ്മീഷൻ ചെയ്ത നേവൽ ബേസ് INS ജടായു. മിനിക്കോയിൽ കമ്മീഷൻ ചെയ്ത നേവൽ ബേസ് ഏതാണ്? INS ജടായു ആണ് മിനിക്കോയിൽ കമ്മീഷൻ ചെയ്ത പുതിയ നേവൽ ബേസ്. ഉപഭോക്തൃ അനുഭവം മെച്ചപ്പെടുത്തി സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് വെബ്സൈറ്റിൽ ജനറേറ്റീവ് നിർമ്മിത ബുദ്ധി സംവിധാനം ആരംഭിച്ച ഇന്ത്യൻ ബാങ്ക് ഫെഡറൽ ബാങ്ക് ആണ്. നമ്മുടെ സ്വന്തം കേരളത്തിൻ്റെ ഫെഡറൽ ബാങ്ക്. അപ്പോൾ
ഉപഭോക്തൃ അനുഭവം മെച്ചപ്പെടുത്തി സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് വെബ്സൈറ്റിൽ നരേറ്റീവ് നിർമ്മിത ബുദ്ധി സംവിധാനം അവതരിപ്പിച്ച ഇന്ത്യൻ ബാങ്കാണ് ഫെഡറൽ ബാങ്ക്. ഫെഡറൽ ബാങ്കാണ് ഉപഭോക്തൃ അനുഭവം മെച്ചപ്പെടുത്തി സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് വെബ്സൈറ്റിൽ ജനറേറ്റീവ് നിർമ്മിത ബുദ്ധി സംവിധാനം അവതരിപ്പിച്ചത്. ഗൂഗിളിൻ്റെ ഇന്ത്യയിലെ ആദ്യ ക്യാപ്റ്റീവ് ഡേറ്റാ സെൻറ്റർ ആരംഭിക്കുന്നത് നവി മുംബൈ. ഗൂഗിളിൻ്റെ ഇന്ത്യയിലെ ആദ്യത്തെ ക്യാപ്റ്റീവ് ഡേറ്റാ സെൻറ്റർ ആരംഭിക്കുന്നത് എവിടെയാണ്? നവി മുംബൈയിലാണ് ഗൂഗിളിൻ്റെ ഇന്ത്യയിലെ ആദ്യ ക്യാപ്റ്റീവ് ഡേറ്റാ സെൻറ്റർ ആരംഭിക്കുന്നത്. മലയാളിയായ മനോജ് ചാക്കോയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഫ്ലൈ 91 വിമാന കമ്പനിയുടെ ആദ്യ സർവീസ് ആരംഭിച്ച ഗോവയിലെ വിമാനത്താവളം മോപ്പ വിമാനത്താവളത്തിൽ നിന്നാണ് മനോജ് ചാക്കോയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഫ്ലൈ 91 വിമാന കമ്പനിയുടെ ആദ്യ സർവീസ് ആരംഭിച്ചത്. രാജ്യത്തെ ആദ്യ 8 വരി എലിവേറ്റഡ് ഹൈവേ ദ്വാരക അതിവേഗ പാത ആകെ 27.6 കിലോമീറ്റർ ആണ്. ഇലക്ട്രോണിക്സ് സാങ്കേതികവിദ്യയുടെ അവിഭാജ്യ ഘടകമായ സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മാണത്തിനായി ഇന്ത്യയിൽ തുടങ്ങാൻ പോകുന്ന 1.25 ലക്ഷം കോടിയുടെ പ്ലാന്റുകൾ ധോരല പ്ലാന്റ് ഗുജറാത്ത്, സാനന്ദ് പ്ലാന്റ് ഗുജറാത്ത്, മൊറിഗവ് പ്ലാന്റ് ആസാം. അപ്പം 3 പ്ലാന്റുകളാണ് സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മാണത്തിനായിട്ട് ആരംഭിക്കുന്നത്. എവിടൊക്കെയാണ്? ധോരല പ്ലാന്റ് ഗുജറാത്ത്, സാനന്ദ് പ്ലാന്റ് ഗുജറാത്ത്, മൊറിഗവ് പ്ലാന്റ് ആസാം. ഇത് പലതവണ റിപ്പീറ്റ് ചെയ്ത് കേട്ട് പഠിക്കുക. ധോരല പ്ലാന്റ് എവിടെയാണ്? ഗുജറാത്ത്. സാനന്ദ് പ്ലാന്റ് ഗുജറാത്ത്. മൊറിഗവ് പ്ലാന്റ് ആസാം. ഇലക്ട്രൽ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നതിന് അധികാരമുണ്ടായിരുന്ന ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്കായിരുന്നു ഇലക്ട്രൽ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നതിന് അധികാരം ഉണ്ടായിരുന്നത്. പട്ടികജാതി ദേശീയ കമ്മീഷൻ അധ്യക്ഷനായി കിഷോർ മക്വാന. അപ്പോൾ പട്ടികജാതി ദേശീയ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരാണ്? കിഷോർ മക്വാന. ഇമ്പോർട്ടൻ്റ് പോയിന്റ്. പട്ടികജാതി ദേശീയ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരാണ്? കിഷോർ മക്വാനയാണ് പട്ടികജാതി ദേശീയ കമ്മീഷൻ്റെ അധ്യക്ഷൻ. കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ പ്രവീൺ ശ്രീവാസ്തവയാണ് കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ. അപ്പോൾ കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ ആരാണ്? പ്രവീൺ ശ്രീവാസ്തവ. മറ്റ് 2 വിജിലൻസ് കമ്മീഷണർമാരാണ് അരവിന്ദ് കുമാറും എസ് രാജീവും. ഹരിയാനയുടെ പുതിയ മുഖ്യമന്ത്രി നായിബ് സൈനി. മുഖ്യമന്ത്രിമാരൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹരിയാനയുടെ പുതിയ മുഖ്യമന്ത്രി ആരാണ്? നായിബ് സൈനിയാണ് ഹരിയാനയുടെ പുതിയ മുഖ്യമന്ത്രി. ആരാണ്? നായിബ് സൈനി. കേന്ദ്ര ലളിതകലാ അക്കാദമി ചെയർമാൻ വി നാഗ്ദാസ്. കേന്ദ്ര ലളിതകലാ അക്കാദമിയുടെ ചെയർമാൻ ആരാണ്? വി നാഗ്ദാസ് ആണ് കേന്ദ്ര ലളിതകലാ അക്കാദമിയുടെ ചെയർമാൻ വി നാഗ്ദാസ്. ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിനയ് മോഹൻ ഖത്രയുടെ കാലാവധി നീട്ടി നൽകിയിട്ടുണ്ട്. 2024 മാർച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പുതിയ അംഗങ്ങളാണ് ധ്യാനേഷ് കുമാറും സുഖ്ബീർ സിംഗ് സന്ധു. അപ്പോൾ ധ്യാനേഷ് കുമാറും സുഖ്ബീർ സിംഗ് സന്ധുവുമാണ് 2024 മാർച്ചിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പുതിയ അംഗങ്ങൾ. പ്രസാർ ഭാരതിയുടെ ചെയർമാൻ നവനീത് കുമാർ സൊഹാൾ. അപ്പോൾ നവനീത് കുമാർ സൊഹാളാണ് പ്രസാർ ഭാരതിയുടെ ചെയർമാൻ ആരാണ്? നവനീത് കുമാർ സൊഹാള്. NIAയുടെ പുതിയ മേധാവിയായി നിയമിതനാകുന്നത് സദാനന്ദ് വസന്ത് ദാത്തെയാണ് NIAയുടെ പുതിയ മേധാവിയായി നിയമിതനാകുന്നത്. അപ്പോൾ NIAയുടെ പുതിയ മേധാവിയായി നിയമിതനാകുന്നത് ആരാണ്? സദാനന്ദ് വസന്ത് ദാത്തെ. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നിർദ്ദേശം പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? രാംനാഥ് കോവിന്ദ്. നമ്മുടെ മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ആയിരുന്നു ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നിർദ്ദേശം പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നിർദ്ദേശം പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ശ്രീ രാംനാഥ് കോവിന്ദ് ആയിരുന്നു
ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നിർദ്ദേശം പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷൻ. 2024 മാർച്ച് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ നാഷണൽ PWD ഐക്കൺ ആയി തിരഞ്ഞെടുത്തത് ശീതൾ ദേവി. അപ്പോൾ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ദേശീയ PWDയുടെ ഐക്കണായി തിരഞ്ഞെടുത്തത് ആരെയാണ്? ശീതൾ ദേവി. ശീതൾ ദേവിയെയാണ് 2024 മാർച്ചിൽ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ നാഷണൽ PWD ഐക്കണായി തിരഞ്ഞെടുത്തത്. 2024 പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ സംഘത്തിന്റെ ചീഫ് ഡി മിഷനായി തിരഞ്ഞെടുത്തത് ആരെയാണ്? മേരി കോമിനെയാണ്. മേരി കോമാണ് 2024 പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ സംഘത്തിൻ്റെ ചീഫ് ഡി മിഷന്. 2024 മാർച്ചിൽ ബംഗാൾ ഒഡീഷ തീരത്തു നിന്നും കണ്ടെത്തിയ ഹൈഡ് ഷീൽഡ് കടൽ സ്രഗിനെ ആരുടെ പേരിലാണ് നാമകരണം ചെയ്തത്? ദ്രൗപദി മുർമു. നമ്മുടെ സ്വന്തം രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ പേരിലാണ് ഒഡീഷ തീരത്തു നിന്നും കണ്ടെത്തിയ ഹെഡ് ഷീൽഡ് കടൽ സ്ലഗിന് ദ്രൗപദി മുർമുവിൻ്റെ പേരാണ് നൽകിയത്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ആനുകാലികം 2024 മാർച്ച് പാർട്ട് 2 വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക, നിങ്ങളുടെ കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ ഒന്ന് പരിഗണിക്കുക. മറ്റൊരു അടിപൊളി വീഡിയോയുമായി കാണും വരേക്കും ഗുഡ് ബൈ.